അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ നിലവാരത്തിലെത്തായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു സിനിമ പഴയ കമ്മീഷൻ സിനിമയുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമ സ്റ്റൈലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്റെ ദൈവമേ, ഇവന്മാരിതെന്ത് ഭാവിച്ച? എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. ഇവിടെ മറ്റാരെങ്കിലും ശിവൻകുട്ടിയോ വേറെ ആരെങ്കിലും ഒരാൾ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും ഒരു മോശമായിട്ട് വർത്താനം സ്നേഹത്തോടുകൂടി അല്ലാതെ പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും പ്രശ്നം? കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പൊ വിവരമുണ്ടോ? അദ്ദേഹം ആദ്യമായി അധികാരസ്ഥാനത്ത് വന്നതിന്റെ പുറത്തുള്ള ഒരു ഹുങ്കും അഹങ്കാരവും, ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അഹങ്കാരവും സമനില തെറ്റിയുള്ള പ്രവർത്തനമാണ് അയാൾ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യും. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. കാരണം സിനിമയിലല്ലാതെ നാട്ടുകാരെയും ജനങ്ങളെയും സേവിച്ചുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയിട്ടില്ലല്ലോ അദ്ദേഹം. സിനിമയിൽ നിന്നൊക്കെ അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ഏതെങ്കിലും ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും ആൾക്കാർക്ക് ധനസഹായമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? അതിനപ്പുറമായിട്ട് ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു ശബ്ദം ഇതുവരെ അദ്ദേഹം ഉയർത്തിയിട്ടില്ലല്ലോ. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അസൂയ പിടിച്ച തെണ്ടി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാത്തോടും പുച്ഛമാണ്. പത്രക്കാരെ പുച്ഛമാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെ പുച്ഛമാണ്, പിന്നെ എല്ലാവരോടും പുച്ഛമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ള ഒരു മുൻ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇപ്പം ധരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ പ്രവർത്തകരെ വിരട്ടി റെഡിയാക്കി ഒരു മൂലയെ കൊണ്ട് ഞാൻ ആക്കും, അങ്ങനെ ഞാനൊരു ധീരനാണെന്നുള്ള ഒരു അവാർഡ് വാങ്ങാന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പം ധരിച്ചിരിക്കുന്നത്. ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങൾ നോക്കിയോ, നിങ്ങളെയൊക്കെ നിരന്തരമായി വരട്ടലായിരിക്കും അദ്ദേഹത്തിന് ജോലി. അതുകൊണ്ട് നിങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പോകണമെങ്കിൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചോണ്ട് പോകണം. എങ്കിൽ ആശ്വാസമായി. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?